Next question. Reduce the equation root 3x plus y minus 8 equal to 0 into normal form. Find the values of p and omega. ഇതാണ് question. Reduce the equation root 3x plus y minus 8 equal to 0 into normal form. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നോർമൽ ഫോമിലോട്ട് മാറ്റണം. ആ നോർമൽ ഫോമിലോട്ട് മാറ്റിയിട്ട് പിയും ഒമേഗയും കണ്ടുപിടിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് നോർമൽ ഫോമിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. എങ്ങനെ മാറ്റാം ഒന്ന് നോക്കിയേ. ആദ്യം റൂട്ട് 3x പ്ലസ് വൈ മൈനസ് 8 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഈ കോൺസ്റ്റന്റിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 കേട്ടോ. റൂട്ട് 3x പ്ലസ് വൈ ഈക്വൽ ടു 8 എന്ന് എഴുതി. ക്ലിയർ? ഇനി ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഇനി റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളതല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 പ്ലസ് ബി സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ബി. വൈൻ്റെ കോഎഫിഷ്യൻ്റ് 1 അല്ലേ. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ റൂട്ട് 3 പ്ലസ് 1 റൂട്ട് 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 4. റൂട്ട് 4 ആക്ച്വലി റൂട്ട് 4ൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 2 പോസിബിൾ ആണ്. നമ്മളിവിടെ 2 മാത്രം എടുത്താൽ മതി. കാരണം പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആക്കിയിട്ട് ചെയ്യും. മനസ്സിലായോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ബോധർ ചെയ്യേണ്ട. ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 അല്ലേ കിട്ടിയത്. അപ്പോൾ ഈ ഇക്വേഷൻ 1നെ ഡിവൈഡ് ഇക്വേഷൻ 1 ബൈ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടിയത് 2 ആണ്. അതുകൊണ്ടാണ് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് റൂട്ട് 3 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ റൂട്ട് 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഇവിടെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? റൂട്ട് 3/2x പ്ലസ് 1/2y ഈസ് ഈക്വൽ ടു 8/2. 8/2 എന്ന് പറഞ്ഞാൽ 4. രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? കോൺസ്റ്റൻറ്റിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോയി. ഓക്കെ, ചിലപ്പോൾ ഇക്വേഷൻ തരുമ്പോൾ കോൺസ്റ്റന്റ് പുറത്തായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ നിൽക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്നോട്ടെ. ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു സ്റ്റെപ്പ്, അപ്പുറത്താണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് ഡിവൈഡ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഇപ്പുറത്തുള്ള ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ടേം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആക്കണം. ക്ലിയർ? അത് നെഗറ്റീവ് ആവുന്ന പ്രോബ്ലം നമ്മൾ ചെയ്യും. അപ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് റൂട്ട് 3/2x പ്ലസ് 1/2y ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇത് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി അത് പോസിറ്റീവാണ്. അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇത് വിച്ച് ഈസ് ഈക്വൽ ടു നോർമൽ ഫോം. ഇതിപ്പോൾ നോർമൽ ഫോമിലാണുള്ളത്. 3 സ്റ്റെപ്പ് ചെയ്തു. കോൺസ്റ്റൻ്റ് അപ്പുറത്തോട്ട് കൊണ്ടുപോയി റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. മൂന്നാമത് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നുള്ളതിനെ നമ്മൾ പോസിറ്റീവായിട്ട് സെറ്റ് ചെയ്തു. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. വി ക്യാൻ സേ ദാറ്റ് ഇത് പിന്നെ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് ഇറ്റ് സെൽഫ് ഈസ് എ നോർമൽ ഫോം. ഇപ്പോൾ ഇത് നോർമൽ ഫോമിലായിട്ടുണ്ട്. ക്ലിയർ? ഇത് നോർമൽ ഫോമിലാണെങ്കിൽ ശ്രദ്ധിക്കട്ടോ. ഇപ്പം നോർമൽ ഫോമിലായി. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ആൻഡ് ഒമേഗ. ഇത് നോർമൽ ഫോം ആണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി എന്നല്ലേ? അതിൻ്റെ അർത്ഥം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കോസ് ഒമേഗ. ദാറ്റ് ഈസ് ഇവിടെ കോസ് ഒമേഗ എന്തായിരിക്കും? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് റൂട്ട് 3/2 കോസ് ഒമേഗ ആയിരിക്കും, 1/2 സൈൻ ഒമേഗ ആയിരിക്കും, 4 പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോസ് ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് 3/2, സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു 1/2 ആൻഡ് പി ഈസ് ഈക്വൽ ടു 4. ക്ലിയർ? ഇനി ഇത് രണ്ടും നോക്കിയേ. സൈൻ ഏതോ ഒരു ആംഗിൾ, അതിൻ്റെ സൈൻ എടുക്കുമ്പോൾ 1/2 ആണ്, കോസ് എടുക്കുമ്പോൾ റൂട്ട് 3/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗയുടെ വാല്യൂ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒമേഗ എന്ന് പറഞ്ഞ ഒരു ആംഗിളാണ്. ആ ആംഗിളിൻ്റെ സൈൻ എടുക്കുമ്പോൾ 1/2 കിട്ടും, കോസ് എടുക്കുമ്പോൾ റൂട്ട് 3/2 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒമേഗയുടെ വാല്യൂ എന്തായിരിക്കും? ഒമേഗയുടെ വാല്യൂ 30 ഡിഗ്രി. ശരിയല്ലേ? സൈൻ 30 1/2, കോസ് 30 റൂട്ട് 3/2. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒമേഗ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ഓർ 5/6 റേഡിയൻ ആൻഡ് പി ഈസ് ഈക്വൽ ടു 4 യൂണിറ്റ്സ്. പി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 4 യൂണിറ്റ്സ് എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റുക.
ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഒമേഗ ഈക്വൽ ടു 30 ഡിഗ്രി ഓർ π/6, 30 ഡിഗ്രി ഓർ റേഡിയൻ π/6 റേഡിയൻ എന്ന് പറയും. ആൻഡ് പി ഈസ് ഈക്വൽ ടു 4 യൂണിറ്റ്സ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ ഫോമിലോട്ട് മാറ്റുന്ന മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ ലൈൻസ് y minus root 3x minus 5 equal to 0 and root 3y minus x plus 6 equal to 0. നല്ലോണം ശ്രദ്ധിക്കട്ടോ. നമുക്ക് സാധാരണ രണ്ട് സ്ട്രെയിറ്റ് ലൈന് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? എന്താണ്? രണ്ട് സ്ട്രെയിറ്റ് ലൈന് തമ്മിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. രണ്ട് സ്ട്രെയിറ്റ് ലൈന് തമ്മിൽ രണ്ട് ആംഗിൾ ഉണ്ടാവും. ഒന്ന് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, അത് തീറ്റയാണ്. tan theta equal to modulus m2 minus m1 divided by 1 plus m1 m2. That is the equation. അല്ലേ? ഇനി obtuse angle phi can be calculated by using the equation phi is equal to 180 minus theta. ക്ലിയർ അല്ലേ? അപ്പോൾ അത് നമുക്കറിയാം. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെയും സ്ലോപ്പ് കിട്ടണം. ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം രണ്ടെണ്ണത്തിൻ്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കണം. രണ്ടെണ്ണത്തിൻ്റെയും സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാം. പറഞ്ഞു മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇതിനകത്ത് തുടക്കത്തിലുള്ള ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഇവിടെ നമ്മൾ പഠിച്ചതുള്ളൂ. അതായത് ശ്രദ്ധിക്കട്ടോ, ഒന്നാമത്തെ y minus root 3x minus 5 equal to 0. ഇതിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ y ഇല്ലേ, അപ്പോൾ y is equal to ബാക്കിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവാം. root 3x plus 5 എന്ന് വരും. ഇതിപ്പോൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് m1 എന്തായിരിക്കും? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള √3 ആയിരിക്കും ഇതിൻ്റെ സ്ലോപ്പ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഇക്വേഷൻ എന്താ? √3y minus x plus 6 equal to 0. അപ്പോൾ y is equal to എന്നുള്ള രൂപത്തിലല്ലേ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ √3y is equal to x minus 6 എന്ന് വരും. ഇനി y-ൻ്റെ √3 ആണ്. അപ്പോൾ √3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y is equal to 1/√3 into x minus 6/√3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി 6/√3നെ ചെറുതാക്കാനൊന്നും പോകണ്ട, അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടെ സ്ലോപ്പ് കിട്ടാന്നുള്ളൂ. അപ്പോൾ y is equal to mx plus c എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? m2 is equal to ഈ സ്ട്രെയിറ്റ് ലൈൻ L2 ആണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പ് m2 എന്ന് പറഞ്ഞാൽ 1/√3. അപ്പോൾ ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് √3, രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് 1/√3. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ tan theta is equal to acute angle tan theta equal to modulus m2 minus m1 divided by 1 plus m1 m2. ഇതല്ലേ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് m2 എത്രയാ? 1/√3 മൈനസ് m1 ഈസ് √3 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ദാറ്റ് ഈസ് 1/√3 ഇൻറ്റു √3 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, മോഡുലസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് √3 ഇൻറ്റു √3 3 എന്ന് വരും, ഡിവൈഡഡ് ബൈ √3 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇത് √3യും √3യും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇവിടെ 1 എന്നുണ്ടാവും. 1 പ്ലസ് 1 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, മോഡുലസ് 1 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ഡിവൈഡഡ് ബൈ √3 all divided by 1 plus 1 is 2. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ -2ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ബാക്കി എന്താ ഉണ്ടാവുക? √(-1/√3) എന്ന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു 1/√3. മോഡുലസ് -1/√3 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? ശ്രദ്ധിക്കട്ടോ, tan theta is equal to 1/√3 എന്ന് കിട്ടി. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്താ? tan ഏത് ആംഗിളിൻ്റെ tan ആണ് 1/√3 വരിക? 30 ഡിഗ്രി. അപ്പോൾ tan 30 ഡിഗ്രി അല്ലേ 1/√3 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്ത ഒബ്റ്റ്യൂസ് ആംഗിൾ ഫൈ എന്താ കിട്ടുക? 180 മൈനസ് തീറ്റ, ദാറ്റ് ഈസ് 180 മൈനസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് therefore angles are 30 degree and 150 degree. This is the equation, sorry, this is the final answer.
അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ആംഗിൾസ് ബിറ്റ്വീൻ ടു ലൈൻസ്. പക്ഷേ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഇക്വേഷൻ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലെ ഒരു കാര്യം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഓൾറെഡി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഇതുപോലത്തെയാണ് നമ്മൾ ഇതിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ഇതിൽ തുടക്കത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്തുള്ള ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ്, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ആംഗിൾ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. Okay, next problem. Show that two lines a1x plus b1y plus c1 equal to 0 and a2x plus b2y plus c2 equal to 0 where b1 comma b2 not equal to 0 are, first sub question, parallel if a1 by b1 is equal to a2 by b2. Second sub question, perpendicular if a1 a2 plus b1 b2 equal to 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് പാരലൽ ആണെങ്കിൽ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം, പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതാണെന്ന് പ്രൂവ് ചെയ്യണം, അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ പാരലൽ ആണെങ്കിലും പെർപെൻഡിക്കുലർ ആണെങ്കിലും നമുക്ക് ആദ്യം എന്ത് കിട്ടണം? ഈ സ്ലോപ്പിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ കണ്ടീഷൻ ഫോർ പാരലലിസം, കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി ഒക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താ ശ്രദ്ധിക്കട്ടോ? a1x plus b1y plus c1 equal to 0. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, b1y equal to minus a1x minus c1, y is equal to minus a1 by b1 into x minus c1 by b1, അതായത് b1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് m1 എന്താണ്? m1 is equal to minus a1 by b1 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് മൈനസ് a1 by b1 ആണ്. ഇനി രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ്റെ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്ത് വരും? b2y ഈക്വൽ ടു മൈനസ് a2x മൈനസ് c2 എന്ന് വരും. y ഈസ് ഈക്വൽ ടു മൈനസ് a2 ബൈ b2 ഇൻറ്റു എക്സ് മൈനസ് c2 ബൈ b2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് m2 ഈക്വൽ ടു മൈനസ് a2 ബൈ b2 എന്നായിരിക്കും. അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് നമ്മളിപ്പോൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചു. ഇനി ശ്രദ്ധിക്കട്ടാ, ഇനി പാരലൽ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനകത്ത് ഒന്നാമത്തെ ശ്രദ്ധിക്കട്ടോ, പാരലൽ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? m1 is equal to m2 എന്നല്ലേ അല്ലേ? അപ്പോൾ m1 എന്താണ്? മൈനസ് a1 ബൈ b1 is equal to മൈനസ് a2 ബൈ b2. ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ a1 ബൈ b1 ഇസ് ഈക്വൽ ടു a2 ബൈ b2 എന്ന് വരും. അത് തന്നെയല്ലേ ഈ ഇക്വേഷൻ? ആ ഇക്വേഷനിലോട്ട് എത്താനാണ്, ഷോ ദാറ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് എത്തി. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ശ്രദ്ധിക്കട്ടോ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ഇതാണ്. പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷനാണ്. പെർപെൻഡിക്കുലർ ശ്രദ്ധിക്കട്ടോ, പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? m1 m2 ഈസ് ഈക്വൽ ടു -1 എന്നല്ലേ? m1 എന്താണ്? മൈനസ് a1 ബൈ b1, മൈനസ് a1 ബൈ b1 ഇൻറ്റു മൈനസ് a2 ബൈ b2 ഈസ് ഈക്വൽ ടു -1. ക്ലിയർ? അപ്പോൾ ഈ മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകും. അപ്പോൾ എന്താ കിട്ടുക? a1 a2 ഡിവൈഡഡ് ബൈ b1 b2 ഈസ് ഈക്വൽ ടു -1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി a1 a2 ഈസ് ഈക്വൽ ടു ഈ b1 b2 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ -1 ഇൻറ്റു b1 b2 ദാറ്റ് ഈസ് മൈനസ് b1 b2 എന്ന് വരും. ക്ലിയർ? അപ്പോൾ ഈ മൈനസ് b1 b2 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും? a1 a2 ഈ മൈനസ് b1 b2 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് b1 b2 ഈക്വൽ ടു 0 എന്ന് വരും. അതല്ലേ ഇത്? മനസ്സിലായോ? a1 a2 പ്ലസ് b1 b2 ഈക്വൽ ടു 0. അപ്പം നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷന്, അതായത് സ്ലോപ്പ് കണ്ടുപിടിച്ചു. പാരലൽ ആണെങ്കിൽ ഇത് പ്രൂവ് ചെയ്യണം, കിട്ടി. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് പ്രൂവ് ചെയ്യണം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇക്വേഷൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മാറ്റിയൊക്കെ വരുത്തി നമ്മൾ ഈ രൂപത്തിലോട്ട് എത്തിച്ചു. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു, ഷോ ദാറ്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എന്ത് ചെയ്ത് ഫൈനൽ ആൻസർ കിട്ടി. ക്ലിയർ? ഹെൻസ് ദ ആൻസർ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the equation of a line perpendicular to the line x minus 2y plus 3 equal to 0 and passing through the point 1, -2.
സിമ്പിളായിട്ടുള്ള പ്രോബ്ലം അല്ലേ? ആകെ 2 ലൈനിലുള്ളൂ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ സ്ട്രെയിറ്റ് ലൈന് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാൻ പോകട്ടോ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈന്, ആ സ്ട്രെയിറ്റ് ലൈന് 1,-2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈന് വേറെ സ്ട്രെയിറ്റ് ലൈന് പെർപെൻഡിക്കുലർ. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ? x-2y + 3 = 0 എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈൻ L1 എടുക്കുകയാണ്, അതിൻ്റെ സ്ലോപ്പ് M1 എടുക്കുകയാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, അത് ഉപയോഗിച്ച് നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കാൻ ഉണ്ടാവുക? സ്ലോപ്പാണ്. കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലർ ആയിട്ട് യൂസ് ചെയ്താണ്. അപ്പോൾ ഇത് L1, ഇത് സ്ലോപ്പ് M1. ഇത് സ്ട്രെയിറ്റ് ലൈൻ L2, ഇതിൻ്റെ സ്ലോപ്പ് M2. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ ഓഫ് L1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഓഫ് L1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് L1 കണ്ടുപിടിക്കാനായി ശ്രദ്ധിക്കുക. ഓൾറെഡി ഒരു പോയിന്റ് അറിയാലോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കിട്ടിയാൽ പോരെ. സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ഈ പെർപെൻഡിക്കുലാരിറ്റി കണ്ടീഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് ഈ ഇക്വേഷൻ നിന്ന് കണ്ടുപിടിക്കാമല്ലോ, ശരിയല്ലേ? ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ? ശ്രദ്ധിക്കുക, ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ? x-2y + 3 = 0. ഇതിൽ നിന്ന് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? -2y അങ്ങോട്ട് പോകുമ്പോൾ 2y = x + 3, ശരിയല്ലേ? അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y = 1/2 × x + 3/2. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് M2 എന്നല്ലേ നമ്മൾ കൊടുത്തത്? M2 എന്തായിരിക്കും? 1/2 എന്നായിരിക്കും. ക്ലിയർ? ഇനി രണ്ട് L1 L2 പെർപെൻഡിക്കുലർ അല്ലേ? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അതായത് M1 M2 = -1. ദാറ്റ് ഈസ് M1 × M2 എന്ന് പറഞ്ഞാൽ 1/2 = -1. അപ്പോൾ M1ൻ്റെ വാല്യൂ എന്തായിരിക്കും? -2 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ L1ൻ്റെ സ്ലോപ്പ് -2 എന്ന് നമുക്ക് കിട്ടിയല്ലോ. ആൻഡ് പാസിങ് ത്രൂ ദിസ് പോയിന്റ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് L1 കണ്ടുപിടിച്ചൂടെ? ഇക്വേഷൻ ഓഫ് L1 എന്തൊക്കെയാണ് അറിയാം നമുക്ക്? ഒരു പോയിന്റ് അറിയാം, 1,-2 എന്ന് പറയുന്ന പോയിന്റ് അറിയാം. സ്ലോപ്പ് M1 അറിയാം. M1ൻ്റെ വാല്യൂ എന്താ? -2 എന്ന് പറയുന്ന സ്ലോപ്പ് അറിയാം. സ്ലോപ്പ് അറിയാം, ഒരു പോയിന്റും അറിയാം. ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ദാറ്റ് ഈസ് y - y0 = m × x - x0 എന്ന് വരും. y - y0 = m × x - x0. അപ്പോൾ ഇവിടെ y - y0ൻ്റെ വാല്യൂ എന്താണ്? -2 ആ. അപ്പോൾ y - -2, അപ്പോൾ y + 2 = m എന്ന് പറഞ്ഞാൽ -2 × x - x0 ഈസ് 1. അപ്പോൾ y + 2 = -2x -2 × -1 +2 എന്ന് വരും. ഈ +2ഉം ഈ +2ഉം ക്യാൻസൽ ചെയ്തുകൂടെ? അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? y = -2x എന്നുണ്ടാവും. ഈ -2x ഇങ്ങോട്ട് വരുമ്പോൾ, ഈ -2x ഇങ്ങോട്ട് വരുമ്പോൾ അത് +2x. അപ്പോൾ 2x + y = 0. ഇതാണ് L1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ പ്രോബ്ലം? വളരെ സിമ്പിളാണ് അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? ആ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഒറ്റ സ്റ്റെപ്പിനെ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. അതുപയോഗിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡ്യൂസ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഇൻടു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആൻഡ് ഫൈൻഡ് ദെയർ സ്ലോപ്സ് ആൻഡ് y ഇന്റർസെപ്റ്റ്. അപ്പം നമുക്കിവിടെ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റണം. നല്ലോണം ശ്രദ്ധിക്കട്ടോ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റണം. സ്ലോപ്പും കണ്ടുപിടിക്കണം, y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ടാ? y = mx + c എന്നുള്ള രൂപത്തിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ അത് മാറ്റിയിട്ടാണ് നമ്മൾ സ്ലോപ്പും y ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇതിനെങ്ങനെ മാറ്റുക? 6x + 3y - 5 = 0. ദാറ്റ് ഈസ് 3y = -6x + 5 എന്ന് വരും അല്ലേ? എക്സിനെയും കോൺസ്റ്റന്റിനെയും അങ്ങോട്ട് കൊണ്ടുപോവുക. ഇനി എന്ത് ചെയ്യണം? വൈൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണ്. അപ്പോൾ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y = -6/3 × x + 5/3 എന്ന് വരും. ദാറ്റ് ഈസ് y = -6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2x + 5/3 എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള -2 ആയിരിക്കും. സ്ലോപ്പ് 5/3 ആയിരിക്കും y ഇന്റർസെപ്റ്റ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് = -2, y intercept is equal to 5/3. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ല.
ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ എക്സ് പ്ലസ് 7y ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇത് സ്ലോപ്പ് ഇൻറ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റണമല്ലോ. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്നുള്ള രൂപത്തിൽ എഴുതണ്ടേ. അപ്പോൾ 7y ഈസ് ഈക്വൽ ടു -x എന്ന് എഴുതാം. ക്ലിയർ. ഇനി വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണം. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു -1/7 ഇൻറ്റു എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്ലോപ്പ് ഇൻറ്റർസെപ്റ്റ് ഫോം എങ്ങനെയാണ്, y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ y ഈസ് ഈക്വൽ ടു -1/7 ഇൻറ്റു എക്സ് പ്ലസ് 0 എന്ന് എഴുതാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നായി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള -1/7 ആയിരിക്കും സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -1/7. പ്ലസ് വരുന്ന ഈ കോൺസ്റ്റന്റ് 0 ആയിരിക്കും y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ. അതായത് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -1/7 ആൻഡ് y ഇൻ്റർസെപ്റ്റ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ആ രൂപത്തിലോട്ട് എഴുതുക എന്നുള്ള മനസ്സിലാക്കുക. ക്ലിയർ. അപ്പോൾ ഇവിടെ y ഇൻ്റർസെപ്റ്റ് 0 തന്നെ ആയിരിക്കും. കാരണം ഒരു കോൺസ്റ്റന്റ് ഇല്ലാത്ത, ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ട്, വൈൻ്റെ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ടേം ഇല്ല. കോൺസ്റ്റന്റ് ടേം ഇല്ലാത്ത സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇക്വേഷനിലുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രത്യേകത എന്താ അറിയോ? അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ. അപ്പോൾ അത് കണ്ടോ, ഒറിജിനിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ y ഇൻ്റർസെപ്റ്റ് ഉണ്ടാവില്ലല്ലോ, 0 ആയിരിക്കൂലേ. ശരിയല്ലേ. ഇനി y ഈക്വൽ ടു 0, y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെങ്ങനെയാ? എക്സിൻ്റെ ടേമും ഇല്ല, കോൺസ്റ്റന്റ് ടേമും ഇല്ല. അപ്പോൾ എങ്ങനെ എഴുതിയാൽ മതി? y ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു എക്സ്. അപ്പോൾ എക്സിൻ്റെ ടേം ഉണ്ടാവില്ലല്ലോ, പ്ലസ് 0. അപ്പോൾ ഇത് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള രൂപത്തിലായില്ലേ. അപ്പോൾ ഇതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇതാണ് ഇവിടെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. കാരണം അത് ആൻസറാണ്. നമ്മളോട് ആ ഒരു ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് 0 ആയിരിക്കും സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് y ഇൻ്റർസെപ്റ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ. കാരണം y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രത്യേകത എന്താ? y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഏതാ? എക്സ് ആക്സിസ് ആണ്. മനസ്സിലായോ? ആ എക്സ് ആക്സിസിൻ്റെ കേസിൽ എക്സ് ആക്സിസിൻ്റെ സ്ലോപ്പ് എന്താ? 0 ആണ്. y ആക്സിൻ്റെ സ്ലോപ്പ് എന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ എക്സ് ആക്സിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒറിജിനിലൂടെ പാസ് ചെയ്യല്ലേ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് y ഇൻ്റർസെപ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് 0 ആണ്. അപ്പോൾ ഇതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. കൺസെപ്റ്റ് എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡ്യൂസ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഇൻടു നോർമൽ ഫോം. ഫൈൻഡ് their perpendicular distances from the origin and angle between perpendicular and the positive x-axis. First sub question, x minus root 3y plus 8 equal to 0. Second question, y minus 2 equal to 0. And third question, x minus y equal to 4. 3 questions ഉണ്ട്. നല്ലോണം ശ്രദ്ധിക്കട്ടാ. ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ. എവിടേക്കാ നോക്കണം? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? റെഡ്യൂസ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഇൻറ്റു നോർമൽ ഫോം. അതായത് ഈ 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ 3 ഇക്വേഷൻ നോർമൽ ഫോമിലോട്ട് ആക്കുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് അതിൽ നിന്ന് പി ഒമേഗയും കണ്ടുപിടിക്കുക. ആ പി ഒമേഗയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് ഫ്രം ഒറിജിൻ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ പെർപെൻഡിക്കുലർ ആൻഡ് പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ പിയും ഒമേഗയും കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. പറഞ്ഞ് ക്ലിയർ ആയോ? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും നമുക്കൊന്ന് ചെയ്തു നോക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് റൂട്ട് 3y പ്ലസ് 8 ഈക്വൽ ടു 0. നമ്മൾ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യാൻ പോകും കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ കോൺസ്റ്റൻറ്റിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. എക്സ് മൈനസ് റൂട്ട് 3y ഈക്വൽ ടു -8. ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റൂട്ട് a² പ്ലസ് b² കണ്ടുപിടിക്കണം. എന്നിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ. അപ്പോൾ റൂട്ട് ഓഫ് a², a എന്താണ് ഇവിടെ 1 ആണ്. അപ്പോൾ 1² 1 പ്ലസ് b² b എന്ന് പറഞ്ഞാൽ -√3 ആണ്. -√3², അങ്ങനെ തന്നെ എഴുതാട്ടോ. -√3² ദാറ്റ് ഈസ് റൂട്ട് 1 പ്ലസ് 3 എന്ന് വരും. √4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും.
അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇക്വേഷൻ 1നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. അവിടെ 2 കിട്ടിയതുകൊണ്ടാണ് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു എക്സ് മൈനസ് √3/2 ഇൻറ്റു വൈ ഈക്വൽ ടു -8നെ 2 കൊണ്ട് കഴിഞ്ഞാൽ -4. അപ്പോൾ 2 സ്റ്റെപ്പായി. ഒന്നാമത്തെ സ്റ്റെപ്പ് കോൺസ്റ്റൻ്റ് അപ്പുറത്തോട്ട് കൊണ്ടുപോയി. രണ്ടാമത്തെ സ്റ്റെപ്പ് √a² + b² കൊണ്ട് ഡിവൈഡ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈക്വൽ ടു വരുന്ന കോൺസ്റ്റൻറ്റ് നോക്കുക. അത് പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആക്കണം. ഇവിടെ നോക്കിയേ, ഈക്വൽ ടു -4 എന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ -4നെ നമുക്ക് പോസിറ്റീവ് ആക്കണം. അപ്പോൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പോസിറ്റീവ് ആക്കാൻ അതല്ലേ മെത്തേഡ്. അപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സംഭവിക്കും, ഇവിടെ 1/2 ഉള്ളത് -1/2 എക്സ് പ്ലസ് √3/2 വൈ ഈക്വൽ ടു 4 എന്ന് വരും. ഇതിപ്പോൾ നോർമൽ ഫോമിലാണ്. മനസ്സിലായോ? ഇതിപ്പോൾ നോർമൽ ഫോമിലാണ്. ക്ലിയർ? ഈ 3 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ഫോം ആവും. ആദ്യം കോൺസ്റ്റൻറ്റിനെ പുറത്തോട്ട് കൊണ്ടുപോവുക, പിന്നെ √a² + b² കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദെൻ അടുത്തത് കോൺസ്റ്റൻറ്റിന് പോസിറ്റീവ് ആക്കുക. ഓക്കെ, ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നതിന് പോസിറ്റീവ് ആക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഫോമിലായി. അപ്പോൾ ഇത് നോർമൽ ഫോമിലാണെന്ന് മനസ്സിലായല്ലോ. ഇത് നോർമൽ ഫോമിലാണെങ്കിൽ നമുക്ക് സുഖമായില്ലേ കാര്യങ്ങൾ സുഖമായില്ലേ? ഇത് നോർമൽ ഫോമിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് cos ഒമേഗ ഈക്വൽ ടു -1/2, sin ഒമേഗ ഈസ് ഈക്വൽ ടു √3/2 ആൻഡ് ശ്രദ്ധിക്കട്ടോ p ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, cos ഒമേഗ -1/2 sin ഒമേഗ √3/2. നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയാം? ഈ നെഗറ്റീവ് സൈന് ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ഈ സ്റ്റെപ്പ്, അപ്പോൾ ഈ ഇവിടെ ഇത് നെഗറ്റീവാണ്, അത് പോസിറ്റീവാണ്, അങ്ങനെ പല രീതിയിൽ വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുക. നല്ലോണം ശ്രദ്ധിക്കുക, പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുക. അതായത് നെഗറ്റീവ് വാല്യൂ നമ്മൾ നോക്കണ്ട, പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്തിട്ട് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ശ്രദ്ധിക്കട്ടോ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ആ ആംഗിൾ തന്നെയാണ് ആൻസർ. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ആ ക്വാഡ്രൻറ്റ് എങ്ങനെ നമ്മൾ നോക്കുക? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ടാണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ടാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ 180 മൈനസ് ആംഗിൾ എടുക്കുക, അതായിരിക്കും ആൻസർ. തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ 180 പ്ലസ് ആംഗിൾ എടുക്കുക, അതായിരിക്കും ആൻസർ. ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ 360 മൈനസ് ആംഗിൾ എടുക്കുക, അതായിരിക്കും ആൻസർ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരും, ആ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കണ്ട് ഒഴിവാക്കുക, എല്ലാം പോസിറ്റീവ് വാല്യൂ എടുക്കുക, രണ്ടും പോസിറ്റീവ് വാല്യൂ എടുക്കുക, എന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കുക. ക്ലിയർ? എന്നിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെന്നുണ്ടെങ്കിൽ ആ ആംഗിൾ തന്നെയാണ് ആൻസർ. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ 180 മൈനസ് ആംഗിൾ ആണ് ആൻസർ. തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ 180 പ്ലസ് ആംഗിൾ, അതായിരിക്കും ആൻസർ. ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ 360 മൈനസ് ആംഗിൾ, അതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ശ്രദ്ധിക്കട്ടോ, ഇവിടെ cos ഒമേഗ മൈനസ് ഒഴിവാക്കുക. കോസ് 1/2 ആണ്, സൈന് √3/2 ആണ്. സൈൻ എടുക്കുമ്പോൾ √3/2 ആണ്, കോസ് എടുക്കുമ്പോൾ 1/2 ആണ്. ഏതായിരിക്കും ആംഗിൾ? 60 ഡിഗ്രി അല്ലേ? 60 ഡിഗ്രി അല്ലേ? sin 60 ഈക്വൽ ടു √3/2, cos 60 ഈക്വൽ ടു 1/2. പക്ക റെഡി അല്ലേ? ഇനി നോക്കിയേ, കോസ് നെഗറ്റീവാണ്, സൈന് പോസിറ്റീവാണ്. ഏതാ ക്വാഡ്രൻറ്റ് വരാം? കോസ് പോസിറ്റീവ്, സൈന് പോസിറ്റീവാണ്, കോസ് നെഗറ്റീവാണ്. ഏതാ ക്വാഡ്രൻറ്റ് വരാം? രണ്ടാമത്തെ ക്വാഡ്രൻറ്റ്, ശരിയല്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വാഡ്രൻറ്റ് ആണെങ്കിൽ ആംഗിൾ എന്താണ്? 180 മൈനസ് 60 സെക്കൻഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട്. ഓക്കെ, തേർഡ് ക്വാഡ്രൻറ്റ് ആണെങ്കിൽ 180 പ്ലസ് ആംഗിൾ, ഫോർത്ത് ക്വാഡ്രൻറ്റ് ആണെങ്കിൽ 360 മൈനസ് ആംഗിൾ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റ് ആയതുകൊണ്ട് 180 മൈനസ് 60 ദാറ്റ് ഈസ് 120 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ ഒമേഗയുടെ വാല്യൂ എന്താണ്? ഒമേഗയുടെ വാല്യൂ ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആൻഡ് പി ഈസ് ഈക്വൽ ടു, പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ 4 യൂണിറ്റ്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. ഒമേഗ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആൻഡ് പി ഈസ് ഈക്വൽ ടു 4 യൂണിറ്റ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേട്ടോ, രണ്ടാമത്തത് y-2 ഈക്വൽ ടു 0. അത് എന്ത് തന്നാലും എങ്ങനെ തന്നാലും നോർമൽ ഫോമിലോട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആദ്യം കോൺസ്റ്റൻ്റ് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, y ഈസ് ഈക്വൽ ടു 2 എന്നാണ് എഴുതുക. ഇതിനെ ഞാനേ ഒന്ന് മാറ്റി എഴുതാന്നല്ല,
എക്സിൻ്റെ ടേം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം എന്നറിയോ? 0 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 2 എന്നാണ്. മനസ്സിലായോ? 0 ഇൻറ്റു എക്സ്, അതാണ് 0, എക്സിൻ്റെ ടേം ഇല്ല. വൈ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു വൈ ആണ്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുക്കുക. റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 0 പ്ലസ് 0 സ്ക്വയർ 0 പ്ലസ് 1 സ്ക്വയർ 1, ദാറ്റ് ഈസ് റൂട്ട് 1 ഈക്വൽ ടു 1. അപ്പോൾ ഈ ഇക്വേഷന് 1നെ നമ്മൾ എന്ത് ചെയ്യണം? 1 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0x പ്ലസ് 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നെയൊക്കെ കിട്ടുക 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇനി അപ്പോൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞല്ലോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ആണോ നോക്കുക. അപ്പോൾ ഇവിടെ പോസിറ്റീവ് തന്നെയാണ്, അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ ഫോം. ക്ലിയർ? അപ്പോൾ ഇത് നോർമൽ ഫോം ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ, ഇത് നോർമൽ ഫോം ആണെന്നുണ്ടെങ്കിൽ കോസ് ഒമേഗ ഈസ് ഈക്വൽ ടു 0, ശരിയല്ലേ? സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു 1, വൈൻ്റെ കോഎഫിഷ്യൻ്റ് 1, സൈൻ ഒമേഗ, ആൻഡ് പി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഏതോ ഒരു ആംഗിൾ കേട്ടോ, ആംഗിളിൻ്റെ സൈൻ എടുക്കുമ്പോൾ 1 ആണ്, കോസ് എടുക്കുമ്പോൾ 0 ആണ്. ഏതാ ആംഗിൾ വരാം? മക്കളെ? നമുക്ക് പറയാം കോസ് ഒമേഗ, അതായത് ഏതോ ഒരു ആംഗിളിൻ്റെ സൈൻ എടുക്കുമ്പോൾ 1 ആണ്, കോസ് എടുക്കുമ്പോൾ 0 ആണ്. ആംഗിൾ ഒമേഗ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ക്ലിയർ? ആൻഡ് പി ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ, അപ്പോൾ നമുക്ക് ഇതാണ് നോർമൽ ഫോം, അതാണ് എന്ത്? ഒമേഗൻ്റെയും പിൻ്റെയും വാല്യൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ നോർമൽ ഫോമിൽ എഴുതാന്ന് പറയുമ്പോഴേ നമ്മൾ തൊട്ടുമ്പത്തെ പ്രോബ്ലത്തിലൊന്നും എഴുതിയിട്ടില്ല, ആ രൂപത്തിലും കൂടെ എഴുതട്ടോ. അതായത് നമുക്ക് ഈ 0 ഇതിനെന്തിങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു കോസ് 90 പ്ലസ് വൈ ഇൻറ്റു സൈൻ 90 ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ എഴുതിയാൽ മതി നമ്മൾ. അപ്പോൾ അത് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് വരിക? എക്സ് ഇൻറ്റു കോസ് 120 പ്ലസ് വൈ സൈൻ 120 ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ ആ രീതിയിൽ എഴുതി വെക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എക്സ് കോസ് 90 പ്ലസ് വൈ സൈൻ 90 ഈക്വൽ ടു 2. അപ്പോൾ അതുണ്ടോ, എക്സ് കോസ് 90 0 ആണ്, ശരിയല്ലേ? അപ്പോൾ ഈ എക്സിൻ്റെ ടേം ഉണ്ടാവില്ല, പോവും. ഓക്കെ, അതാണ് ഈ വൈ മൈനസ് 2 ഈക്വൽ ടു 0 തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ക്ലിയർ? ഇനി മൂന്നാമത്തത് ശ്രദ്ധിക്കട്ടോ. മൂന്നാമത്തത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? കോൺസ്റ്റൻറ്റിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാന്നുള്ളത്. ഓൾറെഡി അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നെയല്ലേ കിടക്കുന്നത്. കോൺസ്റ്റൻറ്റ് അപ്പുറത്ത് തന്നെയാണ്. അത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുക്കുക. റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ 1 സ്ക്വയർ 1 പ്ലസ് വൈൻ്റെ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, മൈനസ് 1 സ്ക്വയറും 1 തന്നെയാണ്. അപ്പോൾ റൂട്ട് 2 എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇക്വേഷൻ 1നെ റൂട്ട് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഇക്വേഷൻ 1നെ റൂട്ട് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 1/√2 ഇൻറ്റു എക്സ് മൈനസ് 1/√2 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 4/√2 എന്ന് വരും. ക്ലിയർ അല്ലേ? ശരി കേട്ടോ. 4/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4നെ നമുക്ക് 4/√2 എന്ന് പറയണേ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 4നെ നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ √2, ശരിയല്ലേ? ഇനി ഈ 2നെ നമുക്ക് എന്ത് എഴുതാം? √2 ഇൻറ്റു √2 എന്ന് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ √2. അതായത് ഈ 2നെ നമ്മൾ √2 ഇൻറ്റു √2 എന്ന് എഴുതി. കാരണം ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകാനാണ്. ബാക്കി എന്ത് വരും? 2√2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 1/√2 ഇൻറ്റു എക്സ് മൈനസ് 1/√2 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 2√2 എന്ന് വരും. ഇനി കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ആക്കാന്നല്ല അടുത്ത സ്റ്റെപ്പ്. ഓൾറെഡി പോസിറ്റീവ് ആണൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ ഫോം ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കുക, ശ്രദ്ധിക്കട്ടോ. നോർമൽ ഫോം ഇക്വേഷൻ. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 1/√2 കോസ് ഒമേഗ ഈസ് ഈക്വൽ ടു 1/√2 സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു മൈനസ് 1/√2 ആൻഡ് പി ഈസ് ഈക്വൽ ടു 2√2. ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടിയല്ലോ. കിട്ടിയോ? കിട്ടി മക്കളെ. നിങ്ങളിവിടെ ഇല്ലേ? കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഈ കോസ് ഒമേഗ 1/√2 സൈൻ ഒമേഗ മൈനസ് 1/√2 ആണെങ്കിൽ ഏതായിരിക്കും ഒമേഗൻ്റെ വാല്യൂ? ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഓർമ്മയുണ്ടോ? ഇതിൻ്റെ പോസിറ്റീവ് ഒന്ന് നെഗറ്റീവാണ്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ട. കോസ് ഒമേഗ 1/√2 സൈൻ ഒമേഗ 1/√2
ഏതായിരിക്കും ആംഗിള്? 45 ഡിഗ്രി അല്ലേ? അല്ലേ? കോസും ഏതൊരു ഇതിൻ്റെ കോസും സൈനും 1/√2 കിട്ടാന്ന് പറഞ്ഞാൽ 1/√2 കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി അല്ലേ? അല്ലേ? ഇനി ക്വാഡ്രന്റ് നോക്ക്. കോസ് പോസിറ്റീവാണ്, സൈന് നെഗറ്റീവാണ്. ഏതാ ക്വാഡ്രന്റ് വരിക? കോസ് പോസിറ്റീവാണ്, സൈന് നെഗറ്റീവാണ്. ഏതാ ക്വാഡ്രന്റ് വരിക? ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? 360 മൈനസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആംഗിൾ 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 315. ശരിയല്ലേ? 360 315. ഓക്കെ, അപ്പോൾ 315 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് 315 ഡിഗ്രി എന്നാണ് ഒമേഗയുടെ വാല്യൂ. അപ്പോൾ ക്ലിയർ? അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 315 ഡിഗ്രി ആൻഡ് പി ഇസ് ഈക്വൽ ടു 2√2 യൂണിറ്റ്സ് എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ നോർമൽ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു കോസ് 315 ഡിഗ്രി പ്ലസ് y ഇൻറ്റു സൈൻ 315 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2√2 എന്ന് എഴുതാം. ഇതാണ് നോർമൽ ഫോം. നോർമൽ ഫോം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസ് ഇവിടെ ഇടാൻ പാടില്ല. കാരണം എന്താ? ഇത് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി എന്നാ. അതായത് ഈ ഇവിടെ മൈനസ് എന്നുള്ളത് ഈ സൈൻ 315 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് നെഗറ്റീവ് -1/√2 ആ കിട്ടുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇടാൻ പാടില്ല. ആ ഇക്വേഷൻ സെയിം ആണ്. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി, അത് ഒരേപോലെ തന്നെയാണ്. അവിടെ മൈനസ് ആ ആംഗിളിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അതായത് ഈ സൈൻ 315 കണ്ടുപിടിച്ചാലാണ് ഈ -1/√2 കിട്ടുക. -1/√2. അപ്പോൾ ഇവിടെയുള്ള പ്ലസ് ആണ് ഇവിടെ ആക്ച്വലി നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. അത് നിങ്ങൾ ഇവിടെ മൈനസ് ഉണ്ടല്ലോ, അതവിടെ എന്താ മൈനസ് ഇല്ലാത്തതെന്ന് ആലോചിക്കണ്ട. അല്ലെങ്കിൽ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് അവിടെ മൈനസ് എഴുതാൻ നിൽക്കണ്ട. മൈനസ് ഈ 315ൻ്റെ സൈൻ 315 ഡിഗ്രീൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ ഫോം. ഇപ്പം നോർമൽ ഫോമിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വന്നോട്ടെ, നമ്മൾ നോർമൽ ഫോം എഴുതുമ്പോൾ ഇതേ രൂപത്തിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ രൂപത്തിൽ അതേ ഫോളോപ്പിൽ അതേ സ്റ്റെപ്പ് ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ ലിസൺ. നെക്സ്റ്റ് പ്രോബ്ലം. ദ ലൈൻ ത്രൂ ദി പോയിന്റ്സ് h,3 and 4,1 intersects the line 7x minus 9y minus 19 equal to 0 at a right angle. Find the value of h. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. The line through the points h,3 and 4,1 intersects the line 7x minus 9y minus 19 equal to 0 at a right angle. Find the value of h. അതായത് ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈന്, ആ ലൈനിനെ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾഡ് ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അതായത് ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h,3 പിന്നെ ഏതാ 4,1 ഈ രണ്ട് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സ്ട്രെയിറ്റ് ലൈൻ ഹാവിംഗ് ഇക്വേഷൻ 7x minus 9y minus 19 equal to 0. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും ഇന്റർസെക്റ്റഡ് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പെർപെൻഡിക്കുലർ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമെന്നല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി പ്രൊഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്പ് ഈക്വൽ ടു -1. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ കിട്ടും. മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇത് L1 എന്നെടുക്കുകയാണ്. ഇതിൻ്റെ സ്ലോപ്പ് M1 ആട്ടോ. ഇത് L2, ഇതിൻ്റെ സ്ലോപ്പ് M2 ആട്ടോ. ക്ലിയർ? അപ്പോൾ M1 നമുക്ക് കണ്ടുപിടിച്ചൂടെ? രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് M1 കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പോൾ M1 എഴുതണേ ശ്രദ്ധിച്ചോട്ടോ. M1 is equal to 3 minus 1 divided by h minus 4. That is equal to 3 minus 1 2 divided by h minus 4. കിട്ടിയല്ലോ M1. ഇനി M2 എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ലേ. ഇക്വേഷൻ നമുക്ക് M2 കിട്ടുമല്ലോ. അതായത് 7x minus 9y minus 19 equal to 0. അപ്പോൾ ഇത് -9y ആണുള്ളത്, അത് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? 9y is equal to 7x minus 90 എന്ന് വരും.
അപ്പോൾ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 9 അല്ലേ, അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ y is equal to 7/9 into x minus 19/9. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലാണ്. അപ്പോൾ ഇതായിരിക്കും സ്ലോപ്പ്. അപ്പോൾ m2 is equal to 7/9 എന്ന് കിട്ടും. അപ്പോൾ m1 m2 കിട്ടിയല്ലോ. ഇനി നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2, ശരിയല്ലേ? അതായത് m1 m2 ഈസ് ഈക്വൽ ടു -1. ഇതാണ് കണ്ടീഷൻ. അപ്ലൈ ചെയ്താലോ 2/h-4 ഇതാണ് m1 ഇൻറ്റു 7/9 ഇതാണ് m2 ഈസ് ഈക്വൽ ടു -1. ദാറ്റ് ഈസ് 2 into 7 2 into 7 14 ഡിവൈഡഡ് ബൈ 9 into h-4 ഈക്വൽ ടു -1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത് ഞാൻ 14 ഈസ് ഈക്വൽ ടു ഈ ടേം എല്ലാം കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും -9 into h-4 എന്നാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കട്ടോ, 14 ഈസ് ഈക്വൽ ടു -9h മൈനസും പ്ലസ് 9 into 4 36. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എച്ചിൻ്റെ വാല്യൂ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണം. ഈ -9h ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 9h is equal to അവിടെ ഓൾറെഡി 36 ഉണ്ട്, ഈ 14 അങ്ങോട്ട് പോകുമ്പോൾ -14. അപ്പം 9h is equal to 36 -14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22. ഓക്കെ, അപ്പം 9h is equal to 22 എന്ന് കിട്ടിയില്ലേ? h is equal to 22 divided by 9. അതാണ് എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 22 divided by 9 എന്ന് പറയുന്ന ആ വാല്യൂ ആണ് എച്ചിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷന് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? പെർപെൻഡിക്കുലർ. അപ്പോൾ കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞണം. കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം രണ്ടെണ്ണത്തിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു, എന്നിട്ട് കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി അപ്ലൈ ചെയ്തു. അപ്പോൾ അതിങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടും. ആകെ ഒരു അൺനോൺ അതിനകത്ത് എച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. കാരണം കണ്ടോ, m1 എച്ച് ഉണ്ട്, m2 ഒരു വാല്യൂ 7/9 അതുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഈക്വൽ ടു രണ്ട് പ്രൊഡക്റ്റ് -1 എന്ന് എടുക്കുമ്പോൾ അതിനകത്ത് ആകെ ഒരു അൺനോണേ ഉണ്ടാവുള്ളൂ എച്ച്. ആ എച്ച് നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്ത് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ പല പ്രോബ്ലംസൊക്കെ ചോദിക്കാറുണ്ട്. സിമ്പിളാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി റൈറ്റ് ബൈസെക്ടർ ഓഫ് ദി ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് 3,4 and -1,2. 3,4 and -1,2. Okay, just a minute. Find the equation of the right bisector of the line segment joining the points 3,4 and -1,2. That is the question. Clear? Question പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമുക്ക് ഈ രണ്ട് പോയിന്റ്സും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ റൈറ്റ് ബൈസെക്ടറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാന്നാ. ശ്രദ്ധിക്കട്ടോ, അതായത് 3,4 ആൻഡ് -1,2 ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഇതാണ്. ഈ ലൈൻ സെഗ്മെന്റിന്റെ റൈറ്റ് ബൈസെക്ടറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി, ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെക്ട് ചെയ്യുക, അതായത് തുല്യമായി വീതിക്കുക. അതായത് ശ്രദ്ധിക്കുക, ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഇതിൻ്റെ ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനിൻ്റെ ഇക്വേഷനാണ്, L1ൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കട്ടോ, റൈറ്റ് ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് പോയിന്റ്, അതായത് ഈ ലൈന് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി, അതായത് പെർപെൻഡിക്കുലർ ആവണം. ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെക്ട് ചെയ്യണം. ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെ രണ്ടിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇത് P ആണ്, ഇത് Q ആണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ R എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് PQ ആയിരിക്കും. ശരിയല്ലേ? മിഡ് പോയിന്റ് ഓഫ് PQ ആണെങ്കിലേ, ശ്രദ്ധിക്കുക, മിഡ് പോയിന്റ് ഓഫ് PQ ആണെങ്കിലേ ആറിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 - 1 divided by 2, 4 plus 2 divided by 2. That is equal to R of 3 - 1, 2, 2 by 2, 1, 4 plus 2, 6 by 2, that is 3. അപ്പോൾ 1,3 എന്ന് പറയുന്ന മിഡ് പോയിന്റ് നമുക്ക് കിട്ടി. അപ്പോൾ ആറിൻ്റെ കോർഡിനേറ്റ്സ് 1,3 ആണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ L1ൻ്റെ ഇക്വേഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്?
അപ്പോൾ ഓൾറെഡി നമുക്കൊരു പോയിന്റ് കിട്ടിയല്ലോ L1ൻ്റെ മേലെ ഇല്ല. ഇനി എന്ത് കിട്ടിയാൽ മതി? സ്ലോപ്പ് കിട്ടിയാൽ മതി. സ്ലോപ്പിനാണ് ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന കണ്ടീഷൻ എന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ L1ൻ്റെ സ്ലോപ്പ് M1 എന്ന് എടുക്കുകയാണ്, ഇതിൻ്റെ സ്ലോപ്പ് M2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ M2 എന്ന് പറയുന്ന സ്ലോപ്പ് എന്തായിരിക്കും? ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെ അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 4 - 2 ഡിവൈഡഡ് ബൈ 3 - -1. അപ്പോൾ 3 + 1. 4 - 2 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 3 + 1 ഈസ് 4. ദാറ്റ് ഈസ് ആൻസർ ഈസ് 1/2. ക്ലിയർ? ഇനി M1 M2 എന്തായിരിക്കും? M1 M2 ഈസ് ഈക്വൽ ടു -1 ആയിരിക്കും. ദാറ്റ് ഈസ് M1 × M2 1/2 ഈസ് ഈക്വൽ ടു -1. ദാറ്റ് ഈസ് M1 ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. M1 ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ M1ൻ്റെ വാല്യൂ -2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഈ L1ൻ്റെ സ്ലോപ്പും കിട്ടി, പോയിന്റും കിട്ടിയില്ലേ? അപ്പോൾ ഇക്വേഷൻ ഓഫ് L1 കണ്ടുപിടിച്ചു. ഇവിടെ ഇക്വേഷൻ ഓഫ് L1 എങ്ങനെ കണ്ടുപിടിക്കും? സ്ലോപ്പ് പോയിന്റ് അറിയാം. പോയിന്റ് എന്ന് പറഞ്ഞാൽ 1,3 എന്ന് പറയുന്ന പോയിന്റും അറിയാം. M1 എന്ന് പറഞ്ഞാൽ -2 ആണ്. ഇക്വേഷൻ ഈസ് y - y0 = m × x - x0 എന്ന് വരും. ദാറ്റ് ഈസ് y - y0 എന്ന് പറയുന്നത് 3 ഈസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ -2 × x - x0 ഈസ് 1. ഓക്കെ, ദാറ്റ് ഈസ് y - 3 ഈസ് ഈക്വൽ ടു -2x. ഇനി -2 × -1 + 2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ മൈനസ് അല്ലേ. അപ്പോൾ എക്സിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 2x + y ഓൾറെഡി ഇവിടെ ഉണ്ട്, -3 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ +2 ഇങ്ങോട്ട് വരുമ്പോൾ -2 = 0. ദാറ്റ് ഈസ് 2x + y -3 - 2, that is -5 = 0. That is the equation of the required line L1. That is the equation of the right bisector of the line segment joining these 2 points is 2x + y -5 = 0. That means ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ റൈറ്റ് ബൈസെക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x + y -5 = 0. അപ്പോൾ അതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ് കാര്യങ്ങൾ. പെർപെൻഡിക്കുലർ എന്ന് പറയുന്നുണ്ടോ, അവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുണ്ടാവും. ഇനി മിഡ് പോയിന്റ് അല്ലെങ്കിൽ റേഷ്യോയിൽ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബൈസെക്ടർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് മിഡ് പോയിന്റിൻ്റെ ഇവിടെ പാസ് ചെയ്യുന്ന ലൈനാണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അത് ആ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമുക്ക് അറിയാമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ.